നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ട് അനുസരിച്ച് ഓരോ 16 മിനിറ്റിലും ബലാത്സംഗം നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ. 2012 ഡൽഹി സംഭവത്തിന് ശേഷം പിന്നീടുള്ള വർഷങ്ങളിൽ NCRB ഇന്ത്യയിലുടനീളം പ്രതിവർഷം 25,000 ബലാത്സംഗ കേസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഈ സംഖ്യ 30,000 കവിഞ്ഞു. 2016 39,000 കേസുകൾ. COVID-19 മഹാമാരി അടയാളപ്പെടുത്തിയ 2020 വർഷത്തിൽ താൽക്കാലിക ഇടിവ് കണ്ടു. എന്നാൽ പിന്നീട് അങ്ങോട്ട് കണക്കുകൾ വേഗത്തിൽ ഉയർന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കൊൽക്കത്തയിലെ കർവാൾ നഗറിൽ 2018 ഓരോ 15 മിനിറ്റിലും ശരാശരി ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ടതായി സർക്കാർ റിപ്പോർട്ടുണ്ട്. 2022 31,000 ബലാത്സംഗങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 12 വയസ്സിന് താഴെയുള്ള ഇരകൾ ഉൾപ്പെടുന്ന കേസുകളിൽ കുറഞ്ഞത് 10 വർഷം ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ വധശിക്ഷ എന്നിവ ഉൾപ്പെടെ കർശനമായ നിയമങ്ങൾ അവതരിപ്പിച്ചിട്ടും ഈ ഗുരുതരമായ പ്രശ്നത്തിന്റെ സ്ഥിരമായ സ്വഭാവം ഈ കണക്കുകൾ എടുത്തു കാണിക്കുകയാണ്. 2012 ദില്ലിയിൽ 23-കാരിയായ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിനെ തുടർന്ന് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് കടുത്ത ശിക്ഷ ഏർപ്പെടുത്താൻ സർക്കാരിനെ പ്രേരിപ്പിച്ചു. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ സമീപകാല റിപ്പോർട്ട് ഇന്ത്യയിൽ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ വ്യാപനത്തെക്കുറിച്ച് ആശങ്കാജനകമായ ഒരു ചിത്രമാണ് വരച്ചു കാണിക്കുന്നത്. 2012 ശേഷം ബലാത്സംഗ കുറ്റവാളിക്കെതിരെ നിലവിലുള്ള നിയമവ്യവസ്ഥ പരിഷ്കരിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള കുറ്റവാളികളെ വിചാരണ ചെയ്യുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിച്ചു. 2018 മുതൽ 2022 വരെ ബലാത്സംഗ കേസുകളിൽ ശിക്ഷാനിരക്ക് 27%-നും 28%-നും ഇടയിലാണ് എന്ന് NCRB ഡാറ്റ വ്യക്തമാക്കുന്നു. കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, കലാപം, ഗുരുതരമായ പരിക്കേൽപ്പിക്കൽ എന്നിവ ഉൾപ്പെടുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ രണ്ടാമത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. 2012 മുതൽ സ്ത്രീകൾ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെടുന്ന നിരവധി കേസുകളാണ് ദേശീയ ശ്രദ്ധയിൽപ്പെട്ടത്. 2018 മധ്യേന്ത്യയിൽ ഒരു പെൺകുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായി 3 ആഴ്ചയ്ക്ക് ശേഷം 26-കാരനെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. 2019 ഹൈദരാബാദിൽ 27-കാരിയായ മൃഗഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്ന് സംശയിക്കുന്ന 4 പേരെ പോലീസ് ഉദ്യോഗസ്ഥർ വെടിവെച്ചു കൊന്നിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ ആയുധങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ച് പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതികളെ കുറ്റകൃത്യം നടന്ന സ്ഥലത്തിന് സമീപം വെച്ച് കൊലപ്പെടുത്തി. ഉത്തർപ്രദേശിലെ ഹത്രാസ് ജില്ലയിൽ 2020 19-കാരിയായ പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയായി മരിച്ച സംഭവവും രാജ്യവ്യാപകമായ പ്രതിഷേധത്തിനും നീതിക്കായുള്ള ആഹ്വാനങ്ങൾക്കും കാരണമായി. ലൈംഗിക അതിക്രമങ്ങളെ ചെറുക്കുന്നതിനും ഇന്ത്യയിലുടനീളമുള്ള സ്ത്രീകളുടെ സുരക്ഷയും അന്തസ്സും ഉറപ്പാക്കുന്നതിനും നിരന്തരമായ ശ്രമങ്ങളുടെ അടിയന്തര ആവശ്യം തന്നെയാണ് ഈ കേസുകളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ കൊൽക്കത്തയിലെ RG Kar മെഡിക്കൽ കോളേജിൽ വനിതാ ട്രെയിനി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ രാജ്യത്തുടനീളം വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ജൂനിയർ ഡോക്ടർമാർ ജോലി നിർത്തിവെച്ചു. കുറ്റവാളികൾക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് 31-കാരിയായ ബിരുദാനന്തര ബിരുദ ട്രെയിനിയെ അർദ്ധനഗ്നയായി ആശുപത്രിയുടെ സെമിനാർ ഹാളിൽ കണ്ടെത്തിയത്. കുറ്റകൃത്യത്തിന്റെ ഭയാനകമായ സ്വഭാവം നീതിക്കായുള്ള ആഹ്വാനങ്ങൾ ശക്തമാക്കി അടിയന്തര അന്വേഷണം ആരംഭിക്കാൻ അധികാരികളെ പ്രേരിപ്പിക്കുകയും ചെയ്തു. കൊല്ലപ്പെടുന്നതിന് മുൻപ് പെൺകുട്ടി അതിക്രൂരമായ ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുണ്ടായി എന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും വ്യാപകമായ രോഷത്തിനും പ്രതിഷേധത്തിനും മറുപടിയായി കൊൽക്കത്ത ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കേസ് CBIക്ക് കൈമാറിയിട്ടുണ്ട്. രാജ്യത്തുടനീളമുള്ള തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷാ നടപടികൾ വേണം എന്ന ആവശ്യം വർദ്ധിക്കുന്നതിനിടെയാണ് ഈ നീക്കം എന്നതും ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.